സ്ഥാനാർത്ഥി കാണേണ്ട ആൾക്കാര് നമ്മളിന്ന് വേണ്ട വഴിയാ. ആര് കാണാൻ ഇവിടെ മത്സരിച്ച പൊതുപ്രവർത്തനത്തിൽ എവിടെയാണ് അവിടെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രാധാന്യം. അദ്ദേഹം അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നും നമ്മോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഒരുപാട് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ പ്രചരണ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന്റെ ആഗ്രഹമാണ് നമ്മുടെ നാട്ടിലെ ആ വഴിയിലെ റൈറ്റിൽ ഇതിനടുത്തോണ്ടി നോക്കട്ടോ. തള്ളിക്കൊണ്ടാ വണ്ടി പോന്നൊന്നും അറിഞ്ഞോ? അവിടെ ആളുകൾ കയറി, പകുതി ആളുകൾ കയറി. ഒന്ന് പോരെ വണ്ടി പറ്റ
എല്ലാവരും നമ്മുടെ കസേരകളിലേക്ക് കടന്ന് ഇരിക്കുക. നമസ്കാരം. നമസ്കാരം. ഞാൻ കാലത്ത് 5 മണിക്ക് തുടങ്ങിയതായത്. എന്താ ഈ എനർജി ഇല്ലാത്ത? ഗംഭീരമാക്കണം, മെന്നും വിജയമാക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. 5 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഒരു ചതിയിലൂടെ കീഴ്പ്പെടുത്തിയെങ്കിൽ അതിന്ന് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയാണ് തൃശൂർ ജില്ലയിലാകമാനം കണ്ടുകൊണ്ടത്. തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല, വമ്പിച്ച പിന്തുണ തൃശൂർ നിവാസികളുടെ പ്രവാസി കൂട്ടായ്മ, അത് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിൽ വളരെ വ്യക്തമായ ദിശയിൽ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന വലിയ സഞ്ചയത്തിന്റെ ഒരു മനസ്സിന്റെ ബലം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഷ്ടിച്ച 4-5 ദിവസമേ ആയിട്ടുള്ളൂ പ്രചരണം ആരംഭിച്ചത്. അതിനോടൊപ്പം തന്നെ അടിത്തട്ട് പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ പറയും. ആ ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അനിതര സാധാരണമായ ആവേശവും സ്നേഹവും പകർന്നെടുത്തുകൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രായം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദുഃഖവും പശ്ചാത്താപവും ഒക്കെ വരുന്ന 5 വർഷങ്ങളും പിന്നെ അങ്ങോട്ട് എന്റെ അനുയായികൾ, എന്റെ പിന്നാലെ വരുന്ന നിങ്ങളുടെ രക്ഷകർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണ സമ്പ്രദായത്തിന്റെ കെൽപ്പുള്ളവരുടെ പരമ്പരയെ അവരുടെ വിജയത്തിനുള്ള നാന്ദി കുറിക്കലാണ് 2024 തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ
പ്രസക്തി. അങ്ങനെയാണ് കരുതുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലം നമ്മൾ നേടിയ കേരളത്തിലെ ജനതയാണ് നമ്മൾ നേടുന്നത്. കേരളത്തിലെ ജനതയ്ക്ക് ഒരു വലിയ അനുഗ്രഹം, വലിയ മോചനം അനിവാര്യതയായി മാറിയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കുക. 51 വെട്ടിന് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞ ഒരുപാട് പേരിൽ പലരും മൺമറഞ്ഞു. അതിനകത്ത് എല്ലാവരും കുറ്റവാളികളാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറയുന്ന കണ്ടെത്തലുമുണ്ട്. അതിന്റെ വിലാപമുണ്ട്. ശിക്ഷ കിട്ടിയവർക്കൊന്നും ഇത് പോരാ എന്ന് പറയുന്ന വിധിന്യായ പ്രസ്താവം ശക്തമായിരിക്കുന്നു. കോടതി അധർമ്മത്തിനെതിരെ പൊരുതുന്ന കേരളത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമായി മാറിയിരിക്കുന്നു ഹൈക്കോടതി എന്നുള്ളതും സന്തോഷം പകരുന്ന കാര്യമാണ്. സിദ്ധാർത്ഥ മുതൽ പുറകോട്ടങ്ങോട്ട് അഭിമന്യു വഴി എത്ര പേർ നിങ്ങൾ രക്തസാക്ഷികളെ ആഘോഷിക്കുമ്പോൾ പാവം അച്ഛനമ്മമാരുടെ അതേ പ്രായത്തിൽ അല്ലെങ്കിൽ അതിലും ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനപ്പുറം ഇതുപോലെയുള്ള അധ്യയന അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞയക്കാൻ കാത്തിരിക്കുന്ന അച്ഛനമ്മമാരുടെ ഹൃദയ കണ്ണീരാണ് നിങ്ങൾ രക്തസാക്ഷിത്വത്തിലൂടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന മഹാപാതകമാണ്. കൊലപാതകത്തെക്കാൾ വലിയ പാതകമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുത്തു നിൽക്കാനും അതിനെ ചോദ്യം ചെയ്യാനും അതിന്റെ പേരിൽ ഇവരെ നിരോധാനം ചെയ്യാനും കേൾപ്പില്ലാത്ത ഒരു പ്രതിപക്ഷം മറുപക്ഷത്ത്. ഞാൻ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളത്തിൽ നിന്ന് 3 എംപിമാരെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ എംപിമാരായി ഡൽഹിയിലേക്ക് പോകണം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യകതയാണ്. മോദിജി അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഈ ഹിന്ദി പഠിക്കാൻ അനുവദിക്കില്ല, ഹിന്ദി ഒരു പഠന ഭാഷയാക്കില്ല എന്ന് പറയുന്ന വാശി നമ്മുടെ ദ്രാവിഡന്റെ ഒരു ഓലപ്പാമ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിനുള്ള തള്ള് മന്ത്രിസഭയ്ക്കും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, കാര്യങ്ങൾ ഹിന്ദിയിൽ വിളിച്ചു പറയുന്ന നേതാക്കൾ പറയുന്ന സത്യങ്ങൾ അസത്യമായി പ്രചരിപ്പിക്കാൻ അതിന്റെ തെറ്റായ ഭാഷാ വ്യാഖ്യാനം നൽകണം, അതുവഴി നിങ്ങളെ വഹിക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 50 വർഷമായി. ഹിന്ദി നിങ്ങൾ പഠിക്കരുത്. 15 ലക്ഷത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ഡബിൾ ഡിജിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിയർത്തു വിരണ്ടു കളിയാക്കി തുടങ്ങി. നിങ്ങളുടെ ഈ അവഹേളനമാണ് ഞങ്ങളുടെ വളം. ഞങ്ങൾ ഈ വളം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഉയർത്തുന്ന തയ്യാറെടുക്കുന്നത്. We will rise. We have risen the world over. And now we will rise in Kerala also. കുറച്ച് ഭയന്നോളും നിങ്ങൾ. ഞങ്ങൾ തസ്കരന്മാരായ ഭരണകർത്താക്കളെയും നാടിന് ഒട്ടും ഇഷ്ടമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഉന്മൂലനത്തിന് വേണ്ടിയാണ് പുതിയ മാറ്റം ഭരണ സമ്പ്രദായത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ ബലം കേരള ജനതയുടെ ആഗ്രഹത്തിന്റെ ശക്തിയാണ്. ആ ശക്തിയിൽ ഊന്നി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, തൃശൂർ മണ്ഡലം നേടുന്നത് വഴി, അതുപോലെ തന്നെ മറ്റ് 2 മണ്ഡലങ്ങളിൽ നിന്നെങ്കിലും 2 എംപിമാരെ തെരഞ്ഞെടുക്കുന്നത് വഴി അടുത്ത കേരള മന്ത്രിസഭയിൽ ഒരു 25-30 പേരുണ്ടെങ്കിൽ പിന്നെ ഭരിക്കാൻ കയറുന്നവരാരായാലും അവരെ മുള്ളും പുറത്ത് ആണിപ്പുറത്തിരുത്തി ധരിപ്പിക്കും. മര്യാദയ്ക്ക് ജനഹൃദയം മനസ്സിലാക്കി ജനഹിത ഭരണം കാഴ്ചവെക്കുന്നതിന് ഏറ്റവും വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നിയമസഭാ കക്ഷി അംഗങ്ങൾ പ്രവർത്തിക്കും. 2025
26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 25-ൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു 40% വാർഡുകൾ നമുക്ക് വിജയിച്ചു വരുവാൻ സാധിച്ചാൽ 2026-ൽ കേരള ജനതയ്ക്ക് അനുഗ്രഹമാകുന്ന ഒരു ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിക്ക് മാറാനുള്ള വിളനിലമാണ് 2025-ൽ ഒരുങ്ങുക. കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷൻ നമുക്ക് കിട്ടണം. നിങ്ങൾ തരണം. തന്നാൽ ഞങ്ങൾ എടുത്തിരിക്കും. എടുത്താൽ നിങ്ങൾ ഞങ്ങളെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുന്ന തരത്തിലേക്ക് കോർപ്പറേഷന്റെ നിഷ്ക്രിയത്വം, കഴിഞ്ഞ 30 വർഷത്തെ നിഷ്ക്രിയത്വം ഞങ്ങൾ ഒടുക്കും എന്ന് വാഗ്ദാനമല്ല, ഉറപ്പ് തരുന്നു. 5 വർഷത്തേക്ക് പരീക്ഷിച്ചു നോക്കൂ. ഇതെല്ലാം സംഭവിക്കണം. അതിന് നാന്ദി കുറിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഭരണ സംഘത്തിലേക്ക് MP-മാരായ 3 പേരെ കേരളം സമ്മാനിക്കണമെന്ന് ഞാൻ കേരള ജനതയോട് വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇത് മാറ്റക്കാറ്റിന്റെ തുടക്കം തന്നെയായിരിക്കും, ഉറപ്പു തരുന്നത്. അത് സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ വിഷയങ്ങളും ഇവിടെ പാർട്ടിയുടെ പ്രവർത്തകരല്ലാത്ത മറ്റ് പാർട്ടികളിൽ വിശ്വാസമുള്ള, ഇഷ്ടമുള്ള, ഞങ്ങളോട് അനിഷ്ടമുള്ള അങ്ങനെയുള്ള ചെറു സംഘങ്ങളെല്ലാം ഈ കൂട്ടത്തിലുണ്ടെന്നറിയാം. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഹൃദയം തുറന്ന് ഈ രാജ്യമാണ് നിങ്ങളുടെ അമ്മയെങ്കിൽ, ഈ രാജ്യമാണ് നിങ്ങളുടെ കരുതലെങ്കിൽ, ഈ രാജ്യത്തിനാണ് നിങ്ങളുടെ മാൻഡേറ്റ് നൽകുകയെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 9.25 വർഷത്തിന് ഉള്ളിൽ ഒരു 6-7 വർഷമെങ്കിലും രാജ്യത്ത് നടത്തിയിട്ടുള്ള ഭരണപരമായ മുന്നേറ്റം, മാറ്റം, ഇതിനൊന്നും നേരെ നിങ്ങളുടെ കണ്ണടച്ചാലും നിങ്ങളുടെ ഹൃദയം അടച്ചു പിടിക്കരുത്. എല്ലാവരും തുറന്ന് കാണണം, ഹൃദയം തുറന്ന് കാണണം. രണ്ട് മോഡ്യൂൾസ് ഞാൻ പറയാൻ. നമുക്കിവിടെ 2004-നും 2014-നും ഇടയ്ക്ക് ഏതാണ്ട് 7-8 കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിൻ്റെതായിട്ട് ഇവിടെ ഉണ്ടായി. ആ മന്ത്രിമാർക്കും ആ കേന്ദ്രമന്ത്രിസഭയ്ക്കും ഈ പറയുന്ന ഇടതന്മാർ അവിടെ പോയിരുന്ന റാൻ മോളി നടന്നിരുന്ന ഒരു കാലഘട്ടം 2008 വരെ ഉണ്ടായിരുന്നു, 4 വർഷം. അന്നൊന്നും 30 വർഷത്തോളം പ്രായമായ ശൈശവത്തിൽ തന്നെ അതിവാർദ്ധക്യ പരുവത്തിലെത്തിപ്പോയ 2 ബൈപ്പാസുകൾ കേരളത്തിൽ നടപ്പിലാക്കി എടുക്കുന്നതിന് അവർക്ക് ആർക്കും സാധിച്ചില്ല. 30 വർഷം കൊണ്ട് സാധിച്ചില്ല, 40 വർഷം കൊണ്ട് സാധിച്ചില്ല, 5 വർഷം കൊണ്ടായി 7-8 കേന്ദ്രമന്ത്രിമാർക്ക് സാധിച്ചില്ല. കൃത്യം ആദ്യത്തെ ടേമില്, മോദിജിയുടെ ആദ്യത്തെ ടേമില് 3-ാം വർഷത്തിനൊടുവിൽ ആ 2 ബൈപ്പാസുകളും, കൊല്ലം ബൈപ്പാസ്, ആലപ്പുഴ ബൈപ്പാസ് പൂർത്തിയാക്കിയത് ആരുടെ ഭരണ കരുത്താണ്? കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരും. ഞാൻ ഈ പറയുന്നത് നടന്ന സംഭവമാണ്. 2013-ൽ ശ്രീ KC വേണുഗോപാൽ ആളിനെ കൂട്ടാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി ഒരു വേദിയിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത് ഇപ്പോഴും ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ കാണും. ഇല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ മനസ്സിലുണ്ടാകാം. 200 ചില്ലുവാനം കോടി 2 ബൈപ്പാസിനുമായിട്ട് ഞാൻ അനുവദിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നവംബറിൽ, അതായത് 2013 നവംബറിൽ അതിന്റെ പണി ദ്രുതഗതിയിൽ തുടങ്ങി 2014-ൽ ഈ ബൈപ്പാസുകൾ സമ്മാനിക്കും എന്ന് എന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ആലപ്പുഴക്കാർക്ക് വാഗ്ദാനം ചെയ്തതാണ്. ഇല്ല എന്ന് അദ്ദേഹം പറയട്ടെ. ആ നാട്ടുകാർ വന്ന് കേട്ടവരും പിന്നെ കേട്ടറിഞ്ഞ് മനസ്സിൽ പതിപ്പിച്ചവരും പറയട്ടെ. അതിന് മറുപടി കൊടുക്കാൻ ഒരു നരേന്ദ്രമോദി വന്നെങ്കിൽ, ആ നരേന്ദ്രമോദിയെ ഒരുപാട് അവഹേളിക്കുന്ന ഒരു കേരളമാണെങ്കിൽ, അതേ നരേന്ദ്രമോദി ലോകത്തിന്റെ നെറുകയിൽ ഒരു നെറ്റിപ്പട്ടമായി കയറി കൂടിയിട്ടുണ്ടെങ്കിൽ, ആ തിളക്കം ലോകം മുഴുവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരള ജനത ആ വഴിക്കാണ്. മോദിജി പറഞ്ഞ 2 അക്കം എന്ന് പറയുന്നത് മനം മാറ്റം.
മൈൻഡ് സെറ്റ് ചേഞ്ച്. 2014 നിങ്ങൾ എന്റെ കക്ഷിക്ക്, എന്റെ പാർട്ടിക്ക് 2 അക്ക വോട്ട് ഷെയർ തന്നു. ശതമാനക്കണക്കിൽ ഏതാണ്ട് 3, 7, 9 എന്നൊക്കെ പറഞ്ഞു നിന്നിടത്തുനിന്ന് നമ്മൾ ഏതാണ്ട് 15-17% എന്ന് പറയുന്ന 2 അക്കത്തിലേക്ക് വന്നു. അത് 2024 എത്തി നിൽക്കുമ്പോൾ 2 അക്ക സീറ്റുകളിലേക്ക് കൊണ്ടുവരാനുള്ള മനോഭാവം മലയാളികൾക്ക് വളർന്നിരിക്കുന്നു. ആ മനോഭാവം യാഥാർത്ഥ്യമാക്കി തരുമെന്നാണ് എന്റെ പ്രാർത്ഥന, എന്റെ അപേക്ഷ എന്നാണ് മോദിജി പറഞ്ഞത്. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളെ ഹിന്ദി പഠിപ്പിക്കാത്തത് ഇതൊക്കെ കള്ള വ്യാഖ്യാനങ്ങളായി, ഇതിന്റെ എല്ലാം തർജ്ജമ കള്ളം പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് വീണ്ടും 5 വർഷങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം മാത്രമാണ് ഇന്ന് ഇടതിനും വലതിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ രാഷ്ട്രീയ ചായ്വ് എല്ലാവർക്കും വേണം. നിങ്ങൾ ഓരോരുത്തരുടെയും രാഷ്ട്രീയത്തെ ഞാൻ മാനിക്കും, ബഹുമാനിക്കും. ഐ റെസ്പെക്ട്. പക്ഷേ രാഷ്ട്രം നിങ്ങളുടെ കരുതലാണെങ്കിൽ, രാഷ്ട്രം മാത്രം നിങ്ങളുടെ നോട്ടമാണെങ്കിൽ, ഭരണത്തെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രാപ്തിയുള്ളവരെ തെരഞ്ഞെടുക്കണം. കഴിഞ്ഞ 9.25 വർഷം കൊണ്ട് പ്രാപ്തി അങ്ങ് അതിന്റെ ഉത്തര ശൃംഗത്തിൽ കൊണ്ടു ചെന്നെത്തിച്ച നരേന്ദ്രമോദിയുടെ ഭരണബലം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ കേരളത്തിലും ആ രാഷ്ട്രീയത്തിന് മാറ്റമുണ്ടാവണം. നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഒരു മാറ്റവും വേണ്ട, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാവണം. കാരണം സോഷ്യലിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ല, അതവരെല്ലാം കൂടെ ചവറാക്കാം. സോഷ്യലിസമാണ് ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യം. അത് ഉയർത്തിപ്പിടിക്കുന്നവൻ മനുഷ്യനാകാനേ പറ്റൂ. മനുഷ്യനാകണം. സോഷ്യലിസ്റ്റ് ആവണം, കമ്മ്യൂണിസ്റ്റ് ഒട്ടുമേ ആകരുത് എന്നാണ് അവർ തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് കരുണ? മനുഷ്യന്റെ കരുണ ഈ ഭരണകർത്താക്കൾക്ക് എവിടെയാണുള്ളത്? ഇനി നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപിയിൽ നിന്നും പാർട്ടി അംഗത്വം സ്വീകരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സജ്ജനങ്ങളെ സ്റ്റേജിലേക്ക് നിർമ്മിച്ച് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള അരുൺകുമാർ ആറ്റുപറമ്പത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ എത്തിയിട്ടുള്ള 25 വർഷമായി CPM പാർട്ടിയുടെ മെമ്പറായിട്ടുള്ള CK സതീഷിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കാർഷിക തൊഴിലാളി യൂണിയന്റെ താന്യം ബ്രാഞ്ച് സെക്രട്ടറി, മഹിളാ സെക്രട്ടറി സ്മിതയെ ക്ഷണിക്കുന്നു. DCC വൈസ് പ്രസിഡന്റ് ആയിരുന്ന AS വേലായുധന്റെ അനിയൻ AS കുമാരൻ ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. DYFI താന്യം പഞ്ചായത്തിലെ അംഗം ശ്രീദുർഗയെ ക്ഷണിക്കുന്നു. ശ്രീ സുകുമാരൻ നായർ തൃപ്പയാർ, അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മദനൻ, തൃപ്പയാറിൽ നിന്നുള്ള മദനൻ, ശ്യാമള, ശോഭന സുകുമാരൻ നായർ, ഗുണശീലൻ തെക്കിനടുത്ത്, സുകുമാരൻ മുറിയപുരിക്കൽ, തിലകൻ പുളിക്കൽ, മണികണ്ഠൻ രാഖി നിവാസ്, സെറീന, ഭരതൻ മുളയാട്ട്, ധന്യ ബിജു, മോഹൻദാസ് പണിക്കർ, സുമേഷ്, പ്രീതി, താന്യം പഞ്ചായത്തിൽ നിന്നുള്ള പ്രീതി, സുഭാഷ്, നിർമ്മല ചക്കാണ്ടത്ത്, സഹദേവൻ KS, ബിജു KR, കണ്ണൻ VA, വിപിൻ VS, വിനോദ് കുമാർ KM, ശ്രീലക്ഷ്മി MS, ശിവു KU, അജയൻ TV, കലാജയൻ, മധുസൂദനൻ NA, രാജൻ ET, AS കുമാരൻ, K ഉണ്ണികൃഷ്ണൻ, അനുശ്രീ VA, സന്തോഷ് കുമാർ M, വിഷ്ണു BM, മനോജ് പറമ്പിൽ, സന്ദീപ് LV, ഷാജു മാമുള്ളി, CK ഷെർലി, ഗംഗാധരൻ സുരേഷ്, അനു അരുൺ, അനിൽ കുമാർ, സുമേഷ് KS, പ്രവീൺ കുമാർ VG, ഹിൽദ പ്രവീൺ, അഞ്ജന പ്രവീൺ, ആദിത്യ VP, മോഹൻദാസ് പണിക്കർ, തപസ്യ ജില്ലാ സെക്രട്ടറി.
ഇറങ്ങിക്കോട്ടോ സൈഡിലേക്ക് ഇറങ്ങി നിന്നോട്ടോ സൈഡിലേക്ക് നിന്നോട്ടോ സൈഡിലേക്ക് നിന്നോട്ടോ ഇവിടെ ഫോം തരാത്ത ആരെങ്കിലും പാർട്ടികൾ ഇൻഷുറൻസ് കയറിക്കാനുള്ളവർ അവർ പെട്ടെന്ന് കയറി വരണം. ഇവിടെ ഫോം സമർപ്പിക്കാത്തവർ ശ്രീ ചന്ദ്രേട്ട ഒന്ന് വഴി കൊടുക്കാൻ പറ, ഒന്ന് വഴി കൊടുക്കാൻ പറ. അദ്ദേഹത്തിന് വഴി തടയരുത്, വഴി ഒരുക്കണം. എല്ലാവരും